സെവൻത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ സെവൻത് ചാപ്റ്ററായ ഹ്യൂമൻ ബോഡി എ വണ്ടർ സർക്കുലേഷൻ എക്സ്ക്രീഷൻ ആൻഡ് നെർവസ് കോർഡിനേഷൻ മനുഷ്യ ശരീരം ഒരു വിസ്മയം രക്തപര്യനം വിസർജനം നാഡീ ഏകോപനം എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 2 പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ 2 പാർട്ടിലായിട്ട് സർക്കുലേറ്ററി സിസ്റ്റം എന്താണെന്നും ഹ്യൂമൻ ബ്ലഡിനെ കുറിച്ചും കമ്പണൻസ് ഓഫ് ബ്ലഡിനെ കുറിച്ചും ബ്ലഡ് സർക്കുലേഷൻ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചും പിന്നെന്തൊക്കെ കിഡ്നിയെ കുറിച്ചും ഒക്കെ പഠിച്ചായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് നോക്കാം. വാട്ട് ആർ ദ മെഷേഴ്സ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ പ്രൊട്ടക്ട് the health of our kidney. Discuss the classes and record them in the science diary. വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്തോ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ ദ മീൻസ് ഓഫ് ടു സേവ് സമ്മൺ സഫറിംഗ് ഫ്രം കിഡ്നി ഫെയിലിയർ. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായ ഒരാളെ രക്ഷിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? ഡയാലിസിസ് ഉണ്ട്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്. എന്തൊക്കെയുണ്ട്? ഡയാലിസിസ് ഉണ്ട്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായ ഒരാളെ രക്ഷിക്കാനുള്ള മാർഗം ഡയാലിസിസും വൃക്ക മാറ്റിവെക്കലുമാണ്. ഓക്കെ, അടുത്ത നോക്കാം. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്താണ്? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നോക്ക്. വൃക്ക മാറ്റിവെക്കൽ. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പ്ലാന്റിംഗ് ഓൺ കിഡ്നി ഫ്രം a healthy donor to a person whose both kidneys are impaired. അതായത് ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് ഒരു വൃക്ക എടുത്ത് 2 വൃക്കകളും തകരാറിലായ ഒരാളിലേക്ക് വച്ചു പിടിപ്പിക്കുന്നതിനാണ് വൃക്ക മാറ്റിവെക്കൽ എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ വൃക്ക മാറ്റിവെക്കുന്നത്. അപ്പോൾ 2 കിഡ്നിയും ഫെയിലിയർ ആയി വരുന്ന ആൾക്കാർക്കാണ് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. അത് നല്ല ആരോഗ്യമുള്ള ഒരാളിൽ നിന്നാണ് സ്വീകരിച്ച് വേറൊരു ഈ 2 വൃക്കയും തകരാറിലായ വ്യക്തിയിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. Kidney transplantation will be possible only if certain vital factors, including the blood group of the donor and the recipient, are compatible. വൃക്ക സ്വീകരിക്കുന്ന വ്യക്തിയുടെയും നൽകുന്ന വ്യക്തിയുടെയും ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ യോജിച്ചാൽ മാത്രമേ വൃക്ക മാറ്റിവെക്കൽ സാധ്യമാവുകയുള്ളൂ. പെട്ടെന്ന് നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. എന്താണ്? ബ്ലഡ് ഗ്രൂപ്പും ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം കറക്റ്റിന് വന്നാൽ മാത്രമേ വൃക്ക മാറ്റിവെക്കൽ സാധ്യമാവുകയുള്ളൂ. Any healthy person above 18 years can donate a kidney. 18 വയസ്സ് പൂർത്തിയായ ആരോഗ്യമുള്ള ഏതൊരാൾക്കും വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്യാം. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു, വാട്ട് ആർ ദ മെഷേഴ്സ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് അവർ കിഡ്നി. വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ ഇത് നേരത്തെ ഒരു ഇതിൽ പഠിച്ചായിരുന്നു. പ്രൊട്ടക്ട് മീ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ട. പ്ലീസ് എക്സസൈസ് ഡെയിലി എക്സസൈസ് ചെയ്യണം. പ്ലീസ് ഗീവ് അപ്പ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്കർ. പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കണം. പ്ലീസ് റെഡ്യൂസ് എക്സസ് യൂസ് ഓഫ് സാൾട്ട്. ഉപ്പിന്റെ അമിത ഉപയോഗം കുറയ്ക്കണം. പ്ലീസ് റെഡ്യൂസ് ദ യൂസ് ഓഫ് അൺനെസസറി മെഡിസിൻസ്. അനാവശ്യമായ മരുന്നിന്റെ ഉപയോഗം കുറയ്ക്കണം. പ്ലീസ് ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് 12 ഗ്ലാസ് ഓഫ് വാട്ടർ ഡെയിലി. ദിവസവും ഏകദേശം 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. പ്ലീസ് അവോയ്ഡ് ഓവർ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്. കൃത്രിമ പാനീയങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കണം. ഇതെല്ലാം അതിനെ ആൻസറാണ്, ആ ക്വസ്റ്റ്യൻ വരുന്ന ആൻസറാണ്. വൃക്കകളുടെ പ്രവർത്തനം, വൃക്കകളുടെ ആരോഗ്യം നമുക്ക് എങ്ങനെയെല്ലാം ശ്രദ്ധിക്കാം എന്നുള്ളതിൻ്റെ ആൻസറാണ്. അടുത്ത് നോക്കൂ, അതർ എക്സ്ക്രീറ്ററി ഓർഗൻസ്. Sweat is produced in our body during summer and rainy season. അറിയാം, നമ്മുടെ ബ്ലഡിൽ എന്തോന്നാണ് വേനൽക്കാലത്തും മഴക്കാലത്തും നമ്മുടെ ശരീരത്തിൽ വിയർപ്പുണ്ടാകുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇത് പുറത്തു വരുന്നതെന്ന്? ഹൗ ഈസ് ഇറ്റ് എലിമിനേറ്റഡ് ഫ്രം ദ ബോഡി? അത് നമുക്ക് പഠിക്കാം, അങ്ങോട്ട് പഠിക്കാനുണ്ട്. വാട്ട് മെറ്റീരിയൽസ് ആർ എക്സ്പെൽഡ് ഫ്രം ദ ബോഡി ത്രൂ സ്വെറ്റ്? ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ എന്തെല്ലാമാണ് പുറത്തു വരുന്നത്? എന്തൊക്കെ വരുന്നുണ്ട്? വാട്ടറും സാൾട്ടും, ജലവും ലവണങ്ങളും. ഓക്കെ,
നോക്കൂ എന്താണ് സെറ്റ് എന്ന് നോക്കൂ. സെറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെറ്റ് ഗ്ലാൻസ് ഇൻ ദ സ്കിൻ. ത്വക്കിലെ ശ്വേതഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. എക്സസ് വാട്ടർ ആൻഡ് സാൾട്ട് ഇൻ ദ ബോഡി ആർ എലിമിനേറ്റഡ് ത്രൂ സെറ്റ്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. ദ ഹീറ്റ് ടു ഇവാപറേറ്റ് സ്വെറ്റ് ഈസ് ടേക്കൺ ഫ്രം അവർ ബോഡി. വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്നെടുക്കുന്നു. The heat evaporate sweat is taken from our body, sweating thus help in our temperature regulations. ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിലനിർത്താൻ വിയർക്കൽ സഹായിക്കുന്നുണ്ട്. Protecting the body by covering it and sensing touch are also the functions of skin. സ്കിന്നിന്റെ ഫംഗ്ഷൻ ആണ് ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുക, സ്പർശനം അറിയുക എന്നിവ ത്വക്കിന്റെ ധർമ്മങ്ങളാണ്. ഓക്കെ, സ്വെറ്റിനെ കുറിച്ച് മനസ്സിലായ. ഇവിടെ വന്ന സ്വെറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി ഡ്യൂറിങ് സമ്മർ ആൻഡ് റെയിനി സീസൺ. ഹൗ ഇറ്റ് എലിമിനേറ്റഡ് ഫ്രം ദ ബോഡി. എങ്ങനെയാണ് ഇത് പുറത്ത് പോകുന്നതെന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായ. സെറ്റ് ഗ്ലാൻസ് വഴിയാണ്, സ്കിന്നിലെ സ്വെറ്റ് ഗ്ലാൻസ് വഴിയാണ് സ്വെറ്റ് പുറത്ത് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. Sweat is produced by sweat glands in the skin. Excess water and salt in body are eliminated through sweat. The heat to evaporate sweat is taken from our body. Sweating thus help in our temperature regulations. വിയർപ്പ് ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്നെടുക്കുന്നുണ്ട്. നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിലനിർത്താൻ വിയർക്കൽ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സ്കിൻ. ത്വക്കിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാണ്. സ്വെറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് സ്വെറ്റ് ഗ്ലാൻസ് ഇൻ ദ സ്കിൻ. സ്കിന്നിലെ സ്വെറ്റ് ഗ്ലാൻസ് വഴിയാണ് വിയർപ്പ് പുറത്തു വരുന്നത്. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. എക്സസ് വാട്ടർ ആൻഡ് സാൾട്ട് ഇൻ അവർ ബോഡി ആർ എലിമിനേറ്റഡ് ത്രൂ സ്വെറ്റ്. നമ്മുടെ ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും ഏത് വഴി വിയർപ്പിലൂടെ പുറത്തു പോകുന്നുണ്ട്. പ്രൊട്ടക്ഷൻ the body by covering it and sensing touch are also the functions of skin. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുക, സ്പർശം അറിയുക എന്നിവ ത്വക്കിന്റെ ധർമ്മങ്ങളാണ്. ഓക്കെ, നോക്കൂ അടുത്ത. സ്വെറ്റ് കംസ് ഔട്ട് ഫ്രം ദ സ്വെറ്റ് ഗ്ലാൻസ് ത്രൂ ദ മൈന്യൂട്ട് പോർസ് ഇൻ ദ സ്കിൻ. നമ്മുടെ സ്കിന്നില് മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്, അതുവഴിയാണ് വിയർപ്പ് പുറത്തു വരുന്നത്. ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് സ്വേദഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തു വരുന്നത്. If the sweat accumulates in the skin, it will cause diseases. ഇവ ത്വക്കിൽ അടിഞ്ഞുകൂടിയാൽ എന്തോന്നുണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും. Therefore, skin must be thoroughly cleaned while bathing. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ത്വക്ക് നമ്മുടെ സ്കിന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതിനാൽ കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കേണ്ടതുണ്ട്. കിഡ്നി ആൻഡ് സ്കിൻ, ലങ്സ് ആൻഡ് ലിവർ ആൾസോ പ്ലേ എ റോൾ ഇൻ ദ എക്സ്ക്രീറ്ററി പ്രോസസ്. നമുക്കറിയാം, വിസർജന പ്രക്രിയയിൽ ആർക്കൊക്കെ പ്രധാന പങ്കുണ്ട്. വൃക്ക, ത്വക്ക്, ശ്വാസകോശം, കരൾ. ഏതൊക്കെ? കിഡ്നി, സ്കിൻ, ലങ്സ്, ലിവർ എന്നിവയ്ക്ക് പ്രധാന പങ്കുണ്ട് എക്സ്ക്രീറ്ററി പ്രോസസ്സിൽ. ഓക്കെ, അടുത്ത നമുക്ക് ലങ്സിനെ കുറിച്ചും ലിവറിനെ കുറിച്ചും പഠിക്കാം. എന്താണ് ലങ്സ് എന്നുള്ളത്? ശ്വാസകോശം. നോക്കൂ, ലങ്സ് എലിമിനേറ്റ് ദ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെൽ. കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നത് ആരാണ്? ലങ്സ് ആണ്. എന്തോന്ന്? കാർബൺ ഡയോക്സൈഡ്. കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡയോക്സൈഡ് ലങ്സ് പുറന്തള്ളുന്നു. ഇനി ലിവറിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, ലിവർ ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഇറ്റ് ഡിസ്ട്രോയ്സ് ദ ഹാർംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസസ് റീച്ചിങ് ത്രൂ ദ ബ്ലഡ് ബൈ ദാറ്റ് ഈസ് എസെൻഷ്യൽ ടു ഡൈജസ്റ്റ് ഫാറ്റ്സ്. ഇറ്റ് ഈസ് ആൾസോ synthesized in the liver. When nutrients break down, ammonia, which is harmful to the body, is produced. Liver converted this into urea, which is comparatively less toxic. അതായത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് എന്താണ്?
ലിവർ. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാണ് ഹ്യൂമൻ ബോഡിയിലെ? ലിവർ. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇത് നശിപ്പിക്കുന്നു. ആര്? ലിവർ. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നതും ആരാണ്? ലിവർ. ഫാറ്റിനെ നശിപ്പിക്കുന്ന ബൈൽ പിത്തരസം ഉണ്ടാക്കുന്നത് ആരാണ്? ലിവർ. പോഷകഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു. ഇതിനെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നതും കരളാണ്. അപ്പോൾ പോഷകഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന അമോണിയയെ ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നത് ആരാണ്? ലിവറാണ്. ലിവറിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? Liver is the largest gland in the human body. It destroys the harmful chemical substances reaching through the blood. Bile that is essential to digest fats is also synthesized in the liver. When nutrients break down, ammonia which is harmful to the body is produced. Liver converted this to എന്തായിട്ട് മാറ്റുന്നു? യൂറിയ which is comparatively less toxic. ഓക്കെ, നോക്കിനി ഇത് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത് വന്നിട്ടുണ്ട്. വിച്ച് ഓർഗൻ എലിമിനേറ്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ഇൻ ദ സെൽസ്? ഏതാണ്? ലങ്സ്. കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. ഏതാണ്? ലങ്സ്. നെയിം ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാണ്? ലിവർ. അത് നമ്മൾ പഠിച്ചായിരുന്നു. ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. വിച്ച് കെമിക്കൽ സബ്സ്റ്റൻസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥം ഏത്? ബൈൽ, പിത്തരസം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ ലിവർ? കരളിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നോക്കൂ എന്തൊക്കെ. ഇറ്റ് ഡിസ്ട്രോയ്സ് ദ ഹാർംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസസ് റീച്ചിങ് ത്രൂ ദ ബ്ലഡ്. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇത് നശിപ്പിക്കുന്നു. ബൈൽ ദാറ്റ് ഈസ് എസെൻഷ്യൽ ടു ഡൈജസ്റ്റ് ഫാറ്റ് ഈസ് ആൾസോ സിന്തസൈസ്ഡ് ഇൻ ദ ലിവർ. കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. ലിവർ കൺവെർട്ടഡ് harmful ammonia produced by the breakdown of nutrients in less toxic urea. പോഷകഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിന് ഹാനികരമായ അമോണിയയെ കരൾ എന്തോന്നാക്കി മാറ്റുന്നു? യൂറിയയാക്കി മാറ്റുന്നു. ഓക്കെ, അതെന്താണ്? ഫങ്ഷൻസ് ഓഫ് ലിവർ. അടുത്ത് നോക്കാം. അടുത്ത് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? നെർവസ് സിസ്റ്റം. There are different organs in our body. Does only one organ function when we work? ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനത്തിലൂടെയാണ് എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത്. നമ്മുടെ ശരീരത്തിൽ വിവിധ രാസപ്രവർത്തനങ്ങളുടെ ഏകോപനം എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നാണ്. Which organs that functions in it all bodily activities are possible only through the coordination of various organs in the body. നമ്മുടെ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളുടെ ഏകോപനം നടക്കുന്നത് എല്ലാ ഓർഗൻസിന്റെയും പ്രവർത്തന ഫലമായിട്ടാണ്. Don't you close your eyes instinctively an insect flies towards your eye? How about lightening a torch into your eyes? How will we respond to such situations? നിങ്ങളുടെ കണ്ണിന് നേരെ ഒരു പ്രാണി പറന്നു വന്നാൽ പെട്ടെന്ന് എന്തോന്നാ? കണ്ണടയ്ക്കുന്നില്ലേ? അതുപോലെ കണ്ണിന് നേരെ ടോർച്ച് പ്രകാശിപ്പിച്ചാലോ അതുപോലെ നമ്മൾ കണ്ണ് അടയ്ക്കാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങൾ പ്രതികരിക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ഓരോ ഓർഗൻസിന്റെ പ്രവർത്തനം കൊണ്ടാണ്. ഓക്കെ, അടുത്ത നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നാഡീവ്യവസ്ഥ നോക്കൂ. നെർവസ് സിസ്റ്റം ഹെൽപ്പ് us to respond according to the circumstances. It is composed of the brain, spinal cord and nerves. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് ഏതാണ്? നെർവസ് സിസ്റ്റമാണ്. നെർവസ് സിസ്റ്റം നാഡീവ്യവസ്ഥയാണ്. മസ്തിഷ്കം അഥവാ തലച്ചോറ്, സുഷുമ്നാ നാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്, നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതൊക്കെ ചേർന്നതാണ്?
is composed of the brain, spinal cord and nerves. ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓർഗൻ ഇൻ ദ ബോഡി. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഏതെന്ന് പറയുന്നത്? ബ്രെയിൻ എന്ന് പറയുന്നത്, മസ്തിഷ്കം എന്ന് പറയുന്നത്. ഓക്കെ, ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓർഗൻ ഇൻ അവർ ബോഡി. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. ഏതുമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് ഇരിക്കുകയാണ്? സ്കൾ കൊണ്ട്. ശരീരത്തിലെ മസ്തിഷ്കം എന്താണ്? തലയോട്ടിക്കുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. Some of the major functions of the brain are to control movements of various muscles of the body, coordinate all activities of the body and give instruction to the cells. അപ്പോൾ എന്തൊക്കെയാണ്? വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ മസ്തിഷ്കത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. മസ്തിഷ്കത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക. To control the movements of various muscles of the body, coordinate all activities of the body to give instruction to the cells. The brain is the center of vision, hearing, memory, intelligence, imagination and emotions. അപ്പോൾ കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? മസ്തിഷ്കമാണ്. സെൻറ്റർ ഓഫ് ഏതിൻ്റെയൊക്കെ? ഹിയറിങ്ങിൻ്റെയും മെമ്മറിയുടെയും ഇൻ്റലിജൻസിൻ്റെയും ഇമാജിനേഷൻ്റെയും ഇമോഷൻ്റെയും എല്ലാം സെൻറ്റർ എന്നറിയപ്പെടുന്നത് ബ്രെയിനാണ്. എ കമ്പ്യൂട്ടർ ഹാസ് ദ എബിലിറ്റി ടു വർക്ക് ഓൺലി അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാംഡ് സോഫ്റ്റ്വെയർ. ഏറ്റവും അധികം കമ്പ്യൂട്ടറുകൾ പോലും കാര്യക്ഷമതയിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ പിന്നിലാണ്. On the other hand, the brain can react to its surroundings, learn and imagine new things. മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് മാത്രമാണ് കമ്പ്യൂട്ടറിനുള്ളത്. എന്നാൽ മസ്തിഷ്കത്തിനാകട്ടെ ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും കഴിയും. അല്ലേ? ബ്രെയിൻ ഈസ് ആക്റ്റീവ് നോട്ട് ഓൺലി വെൻ യു ആർ awake but also when you are asleep. All the body functions are controlled and coordinated by the nervous system. The use of alcohol and drugs adversely affect the functions of the nervous system. അപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല ഉറങ്ങുമ്പോഴും മസ്തിഷ്കത്തിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നത് ആരാണ്? നാഡീവ്യവസ്ഥയാണ്. മദ്യം, മയക്കുമരുന്ന് എന്നിവ ഉപയോഗിക്കുമ്പോൾ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെ അത് സാരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായോ? എന്താണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്? നെർവസ് സിസ്റ്റം ഹാസ് ടു റെസ്പോണ്ട് അക്കോർഡിംഗ് ടു ദ സർക്കംസ്റ്റാൻസസ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ദ ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. മസ്തിഷ്കം, തലച്ചോറ്, സുഷുമ്നാ നാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് എന്തോന്ന്? നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. തലയോട്ടിക്കുള്ളിലാണ് ഇത് മസ്തിഷ്കം കാണുന്നത്. മസ്തിഷ്കം എന്ന് പറയുന്നത് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ്. എന്തോ പറയുന്നത്? ബ്രെയിൻ എന്ന് പറയുന്നത്. ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓർഗൻ ഇൻ ദ ബോഡി, പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. മേജർ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ടു കൺട്രോൾ മൂവ്മെന്റ്സ് ഓഫ് വേരിയസ് മസിൽസ് ഓഫ് ദ ബോഡി, കോർഡിനേറ്റ് ആൾ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി ആൻഡ് ഗീവ് ഇൻസ്ട്രക്ഷൻ ടു ദ സെൽ. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നിവയാണ് മസ്തിഷ്കത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ. വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ? ബ്രെയിനിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? സം ഓഫ് ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആർ ദ കൺട്രോൾ മൂവ്മെന്റ് ഓഫ് വേരിയസ് മസിൽസ് ഓഫ് ദ ബോഡി, കോർഡിനേറ്റ് ആൾ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി ആൻഡ് ഗീവ് ഇൻസ്ട്രക്ഷൻ ടു ദ സെൽ,
പിന്നെന്താണ് ദ ബ്രെയിൻ ഈസ് ദ സെൻറ്റർ ഓഫ് വിഷൻ, ഹിയറിംഗ്, മെമ്മറി, ഇൻ്റലിജൻസ്, ഇമാജിനേഷൻ ആൻഡ് ഇമോഷൻസ്. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ മസ്തിഷ്കത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. പിന്നെന്താണ് കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയെല്ലാം കേന്ദ്രീകരിക്കുന്നത് എവിടെയാണ്? മസ്തിഷ്കത്തിലാണ്. ഓക്കെ, നെയിം ദ ബോണി കവറിംഗ് ദാറ്റ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ. മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നതിന്റെ കവചത്തിന്റെ പേരെന്താണ്? എന്താണ്? സ്കൾ, തലയോട്ടി അല്ലെ. വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റം? നെർവസ് സിസ്റ്റത്തിലെ പ്രധാന പാർട്സ് ഏതൊക്കെയാണ്? ദ ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. നാഡീ വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? തലച്ചോറ്, സുഷുമ്ന നാഡികൾ. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് പഠിച്ചായിരുന്നു? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് പഠിച്ചായിരുന്നു, എക്സ്ക്രീറ്ററി ഓർഗൻസിനെ കുറിച്ച്, സെറ്റ് എന്താണെന്ന്, സ്കിന്നിനെ കുറിച്ച്, ഫങ്ഷൻസ് ഓഫ് സ്കിന്നിനെ കുറിച്ച്, ലങ്സിനെ കുറിച്ച്, ലിവറിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചും ഫങ്ഷൻസ് ഓഫ് ബ്രെയിനിനെ കുറിച്ചും ഒക്കെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.